പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായ വിഷയങ്ങൾ ശിംശോനെ കുറിച്ചാണ്. കലുഷിതമായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയും അനീതികളും അക്രമങ്ങളും പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രയാസ പ്രതിസന്ധികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എങ്കിലും ദൈവത്തിൽ പ്രത്യാശയുള്ള നമ്മൾ ഓരോരുത്തരും പ്രത്യാശയോടുകൂടെ ജീവിക്കുകയും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയും ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഈ മരുഭൂപ്രയാണത്തിൽ പ്രിയരെ ചാരിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അതിങ്ങനെയാണ് വായിച്ചത്: അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. അവൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വിഷയം തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവിളിയുള്ള ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ നേരിട്ടതായിരിക്കുന്ന കുറെ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, കഷ്ടതയുടെ അനുഭവങ്ങൾ, ത്യാഗത്തിൻ്റെയും വേദനകളുടെയും നൊമ്പരങ്ങളുടെയും അനുഭവങ്ങളെ ഈ ചിത്രത്തിലൂടെ നമ്മൾ വായിച്ച് അറിയുകയാണ്. ഒരു കാലത്ത് ഇസ്രായേൽ മക്കൾ ഫിലിസ്ത്യരാൽ 30 വർഷക്കാലം പീഡിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ ത്യാഗവും വേദനയും സഹിച്ചിരിക്കുമ്പോഴാണ് അവരെ വീണ്ടെടുക്കുവാൻ, ന്യായപാലനം ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നൽകിയത് ശിംശോനെയാണ്. അദ്ദേഹത്തിന്റെ ജനനത്തിന് ശേഷം 13 വർഷക്കാലം 13-ാമത്തെ ഒരു ന്യായാധിപനായിട്ടാണ് ശിംശോൻ കാണുന്നത്. ദാൻ ഗോത്രത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ദലീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ വിവാഹത്തിലൂടെ തൻ്റെ ജീവിത പരാജയവും ജീവിതത്തിലെ നഷ്ടങ്ങളും ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നഷ്ടപ്പെടുന്നത് അവിടെ നിന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, ശിംശോനെ അവർ പിടിക്കപ്പെട്ടു, ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന് കൊണ്ടുപോയി. അവിടെ വലിയ ഉത്സവം നടക്കുകയാണ്. അദ്ദേഹം ഒരു ശക്തനായ മനുഷ്യനായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു, സിംഹത്തെ അടിച്ചു കൊല്ലുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളതായ കരടിയാകട്ടെ, മറ്റുള്ളതായിരിക്കുന്ന ഏതിനെയും നേരിടുവാനുള്ള മനസ്സും അതിനുള്ളതായ തൻ്റെ ഇടവും അതിനുള്ളതായിരിക്കുന്ന ശക്തിയും പ്രാപിച്ച ഒരു ചെറുപ്പക്കാരൻ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട നാസ്യവ്രതക്കാരനായ 7 ജടയോടുകൂടെ നടന്ന ഒരു വ്യക്തി തൻ്റെ ജടയെല്ലാം നഷ്ടപ്പെട്ട, ഇന്ന് തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട തന്നെ ഒരു ക്ഷേത്രത്തിന്റെ നടുമുറ്റത്ത് കൊണ്ട് ഇരുത്തുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ആളുകൾ പരിഹസിച്ചു, ആളുകൾ നോക്കി ചിരിച്ചു. എന്തുകൊണ്ടാണ്? കഴിവും പ്രാപ്തിയും ദൈവവിളിയും ദൈവശക്തിയും ഉള്ളവരുടെ ജീവിതത്തിൽ ചിലതൊക്കെ വരുമ്പോൾ അനേകർ നോക്കും, പരിഹസിക്കും, വേദനയോടുകൂടെ നമ്മളെ കാണും. ഇവിടെ ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ദൈവത്തിന്റെ ദാസൻ 2 കണ്ണ് ഒരു ചൂഴ്ന്നെടുത്തു, അരിയാട്ടെന്ന ആട്ടുകല്ലിന്റെ അരികിൽ കൊണ്ട് ഇരുത്തി ആട്ടുകല്ലിൽ അരിയിട്ട് ആട്ടിച്ചു. എത്ര ഹീനവും എത്ര ദയനീയവും എത്ര പരാജിതവും എത്ര ദുഃഖകരവുമായ ഒരവസ്ഥയാണ്. അവിടെ കിടന്നുകൊണ്ട് ദുഃഖിച്ചിട്ടോ, അവിടെ കിടന്നുകൊണ്ട് പശ്ചാത്താപിച്ചുകൊണ്ടോ, അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചിട്ടോ
കരഞ്ഞിട്ടോ യാചിച്ചിട്ടോ ഒരു ഫലവുമില്ല. ആരും രക്ഷിക്കാൻ വരികയില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നപ്പോൾ താൻ വളരെ ഭാരപ്പെട്ടു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. വിളിയും തെരഞ്ഞെടുപ്പും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ ക്ഷീണിതരാകും, തളർന്നു പോകും. വേദനയുടെ അനുഭവങ്ങളിലൂടെ കാലുകൾ ഊന്നി മുന്നോട്ട് കടന്നു പോകുമ്പോൾ കാലുറയ്ക്കാതെയും മനസ്സ് പതറിയും കണ്ണുകൾ നിറഞ്ഞും ആരും ശ്രദ്ധിക്കാതെ മുൻപിൽ പരാജയം മാത്രം ആയിത്തീരുന്ന അവസ്ഥ. എന്നാൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എങ്കിൽ മടങ്ങി വരാൻ സമയം ധാരാളമുണ്ട്. നമുക്കറിയാം, ദാവീദ് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയി. നാഥാൻ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്ന് അദ്ദേഹത്തെ അത് ബോധ്യമാക്കി കൊടുത്തു. അത് തിരിച്ചറിഞ്ഞു. യഹോവേ, ഞാൻ തെറ്റ് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകന്റെ മുമ്പിൽ കരഞ്ഞു. ദൈവം ക്ഷമിക്കുകയും തന്നെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും. അപ്പോൾ ദാവീദ് പറഞ്ഞു, എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ, പുതിയൊരു ആത്മാവിനെ ആക്കണമേ. ഇനി എനിക്കൊരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളും എൻ്റെ മനസ്സിലുള്ളതായ താല്പര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കുവാൻ എനിക്ക് ആയുസ്സിനെ ദീർഘമാക്കി തരണമേ, ആരോഗ്യത്തെ മടക്കി തരണമേ, കഴിവുകളെ വർദ്ധിപ്പിക്കണമേ, പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. നമുക്കറിയാം, പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു മനുഷ്യനാണ്. എന്നാൽ ആ പത്രോസിന്റെ ജീവിതത്തിൽ യേശു തന്നെ തേടി വരികയാണ്. അവസാനം, നീ വളരെയധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. ചില സാഹചര്യങ്ങളാൽ തെറ്റ് പറ്റിപ്പോയി, തെറ്റ് സംഭവിച്ചു. നാഥാൻ ഈ സകലതും അറിയുന്നു. അക്കാൽക്ക വീണ് കരഞ്ഞു. പത്രോസിനോട് പറഞ്ഞു, നീ പറയാമോ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പുതുകൃപകളും പുതിയ അനുഗ്രഹങ്ങളും വാഗ്ദത്തം ചെയ്തുകൊണ്ട് ദൈവം സ്വർഗാരോപണം ചെയ്ത് അവരെ അനുഗ്രഹിച്ചു. ആ പത്രോസ് മാളിക മുറിയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ മദ്യം കുടിച്ചവരല്ല, വീഞ്ഞു കുടിച്ചവരല്ല. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്നപ്പോൾ പുതുകൃപയാൽ ഞങ്ങൾ നിറഞ്ഞവരാണ്. ഈ ശക്തി പ്രാപിച്ചതായിരിക്കുന്ന പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ 3 മണി നേരത്ത് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഉടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ കൈക്ക് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക പറഞ്ഞപ്പോൾ അവൻ ചാടി എടിയിട്ടു. അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അതാണ് ദൈവികമായ ശക്തി, അതാണ് ദൈവകൃപ. മടങ്ങി വരുവാൻ ധാരാളം സമയങ്ങളുണ്ട്. മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ മടങ്ങി വരാം. എന്നാൽ ശിംശോന്റെ ജീവിതത്തിൽ പറ്റിയില്ല. ശിംശോൻ അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞു, നിലവിളിച്ചു. കുറ്റം തന്റെ ജീവിതത്തിൽ വന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞിട്ട്, വഴികളെ തിരിച്ചറിഞ്ഞിട്ട്, വന്ന വഴികളിൽ വീണതായ അവസ്ഥകളെ തിരിച്ചറിഞ്ഞിട്ട് താൻ അവരോട് പറഞ്ഞു, എന്നെ ഈ നടുമുറ്റത്തുള്ളതായിരിക്കുന്ന വലിയ കൊട്ടാരത്തിന്റെ ആ ഗാലറിയുടെ നടുവിൽ കൊണ്ടിരുത്തണം. 3000-ലധികം ആളുകൾ കാഴ്ചക്കാരായി ആ ഗാലറിയിൽ മേളിലും അതിന്റെ താഴെയുമായിട്ട് നിലനിൽക്കുമ്പോൾ ശിംശോൻ ലാസ്റ്റ് ഒരു പ്രാർത്ഥന നടത്തി. ദൈവത്തോടൊരു വാക്ക് ചോദിച്ചു, ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ആ ശക്തി ഒന്ന് തരാമോ എന്ന്. ഒറ്റ പ്രാവശ്യം, ലാസ്റ്റ് ദൈവം ആ ശക്തി കൊടുത്തു. ആ തൂണുകൾ പിടിച്ചു അതിനെ ഒന്നിളക്കി. അതിലേക്ക് ആ കെട്ടിടം, ആ വലിയ 3000-ലധികം ആളുകൾ നിറഞ്ഞു നിന്ന ആ വലിയ കെട്ടിടം നിലം പതിച്ചു. ശിംശോനും അതിനടിയിൽപ്പെട്ട് മരിക്കാൻ ഇടയായി തീർന്നു. ഇതൊരു ഓർമ്മയാണ്. അവസാനത്തെ വാക്ക്, ആ ശക്തി എനിക്കൊന്ന് തരാം. അതെ, നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത്, വീണുപോയ സ്ഥലത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ ഒരു ശക്തിയുണ്ട്, എനിക്കത് മടക്കി തന്നു. പുതുബലത്തോടെ എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ എന്നെ ശക്തീകരിക്കണം. എന്നെ ഏൽപ്പിച്ച വേല, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ ഭവനത്തിന്,
ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അനുഗ്രഹവും അഭിവൃദ്ധിയും തന്ന് എന്നെ അനുഗ്രഹിക്കണം. അതിനുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ ദർശനങ്ങൾ, പുതിയ വിവേകങ്ങൾ, അറിവുകൾ ഇതൊക്കെ എനിക്ക് പകർന്നു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് വിവേകത്തോടും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ചെയ്യാൻ തക്കവണ്ണം എന്നെ ശക്തീകരിക്കണം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. രോഗികളായി കഴിയുന്നവരുണ്ട്, ഭാരമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. ദൈവരെ ആശ്വസിപ്പിക്കണം. ജന്മദിനവും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ അനുഗ്രഹിക്കണം. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വടക്കേന്ത്യയിലും ഗൾഫ് മേഖലയിലും യൂറോപ്പിലും അമേരിക്കയിലുമായിട്ട് അനേക പ്രിയപ്പെട്ടവർ കുടുംബമായി താമസിക്കുന്നു, പഠനത്തിനായി കടന്നുപോയിരിക്കുന്നു, ജോലി ചെയ്യുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്നു. ബിസിനസ്സുമായി അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ഓരോ വ്യക്തികളോട് സംസാരിക്കണം, അനുഗ്രഹിക്കണം. നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ സകല മനുഷ്യരുടെ പാപപരിഹാരത്തിനായി ഉദയം കൊണ്ട് ഈ ഭൂമിയിൽ താണിറങ്ങി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശുദേവന്റെ വിയർപ്പിന്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.